ഹായ് ഗായ്സ്, ഐ എം അസ്ന. ഞാനൊരു ക്ലിനിക്കൽ ഡയറ്റീഷ്യനാണ്, ന്യൂട്രീഷനിസ്റ്റ്. സോ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ ഞാൻ ഇന്ന് പറയാൻ വന്നത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ഒരു ഹയറിംഗ് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഡയറ്റീഷ്യൻ്റെ പോസ്റ്റ് ആയിരുന്നു. സോ അതിലവർ റിക്വയർമെൻറ്റ് ഓർ എലിജിബിലിറ്റി കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് +2 ആൻഡ് അതിൻ്റെ കൂടെ അവർ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് എന്തെങ്കിലും ഒരു ന്യൂട്രീഷൻ്റെ കോഴ്സ് ഉണ്ടെങ്കിൽ നന്നായി, ആ കൈൻഡ്. ഓക്കെ, സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞ ആൾ മതി, അതൊക്കെ മതി, നോക്കിയാൽ മതി എന്ന് നിങ്ങൾ പറയൂ. ഓക്കെ, അല്ലെങ്കിൽ MBBS വേണ്ട, MD വേണ്ട, ഹൗസ് സർജൻസി വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു +2 കഴിഞ്ഞ ഒരാൾ മതി, അങ്ങനെ നിങ്ങൾ പറയൂ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ മനുഷ്യന്മാർക്ക് ഫുഡില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സോ ഈ ഫുഡിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ബോഡിക്ക് എന്തൊക്കെ പറ്റും, എന്തൊക്കെ ഡൈജസ്റ്റ് ആവും, എന്തൊക്കെ കഴിച്ചാൽ എന്തൊക്കെ വരും എന്നുള്ളത് പറഞ്ഞിരുന്ന ആളുടെ അടുത്ത് നിങ്ങൾ എന്തിനാ ഇത്ര കുറക്കുന്നേ? സോ നിങ്ങൾ പോകുന്നത് നല്ല ആൾ നോക്കി പോവുക, കാണുക, അവർ പറയുന്നത് വ്യക്തമായി കഴിഞ്ഞാൽ ഗോ വിത്ത് ദം, ഓർ എൽസ് ആസ്ക് യുവർ ഡൗട്ട്സ്. അത് ക്ലിയർ ചെയ്യാൻ അവർ കാപ്പബിൾ ആണോ എന്ന് നോക്കുക. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്, വേറെ ആൾക്കില്ലല്ലോ എന്നുള്ളതൊക്കെ ക്ലിയർ ചെയ്യാൻ അവർക്ക് ഓക്കെ ആണോ, അവരതിനുള്ള നോളജബിൾ ആണോ. മേ ബി ലൈക്ക് ഐ എം നോട്ട് ടെല്ലിങ് എവ്രി വൺ വിൽ ഹാവ് ദ സെയിം നോളജ്, ബട്ട് അവർ അറ്റ്ലീസ്റ്റ് അത് ട്രൈ ചെയ്യാൻ, അതിൽ റിസർച്ച് അവർ ചെയ്യാൻ അവർ എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നെങ്കിലും നോക്കുക. ഓക്കെ, ആൻഡ് ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. സോ ഇതിടുന്നവർ ഒന്ന് ആലോചിക്കുക, ലൈക്ക് ഇത് ചെയ്യുന്നത് കറക്റ്റാണോ. ലൈക്ക് ആ ഒരു പ്രൊഫഷനെ തന്നെ നിങ്ങൾ താഴ്ത്തി കിട്ടുന്ന പോലെയാണ്. +2 മതി, അങ്ങനെ വെച്ചാൽ പിന്നെ എനിക്ക് 5 വർഷമൊന്നും പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ദാറ്റ് ഈസ് എ വൺ തിങ്. പോട്ടെ, അത് പോട്ടെ. ഇനി ഒരു ഇച്ചിരി കെയർ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ, താങ്ക് യു.